ഗൈസ് ഞാൻ മനാഫ് നമ്മുടെ ചലഞ്ച് തുടങ്ങിയിട്ടില്ല ഇന്നത്തേക്ക് 100 days ഗൈസ്. ഇനി 995 ദിവസം കൂടി, അത് കഴിഞ്ഞ് നമ്മൾ കാണണം മുതൽ അങ്ങോട്ട് എടുക്കും ഗൈസ്. ഞാൻ എനിക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോണില്ല, ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് സൊമാറ്റോയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോകണം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഗൈസ്. ഇതാണ് ഫസ്റ്റ് ഓർഡർ അടിച്ചേക്കണേ. അതെങ്ങനെ കാണും, ഇപ്പോൾ ഗ്രീൻ കളർ ഉണ്ട്, അത് ഓണാക്കണം. നമ്മുടെ സോണിൽ ചെന്നിട്ട് ഓണാക്കണം. ഇതിപ്പോൾ ഓർഡർ അടിച്ചേക്കണം മെത്തേഡേ കാണണം. ഇപ്പോൾ കാണിച്ചത് ഇതല്ല, ഇതേപോലെ തന്നെ ഓർഡർ അടിച്ചാൽ ഇതേപോലെ വരും, സൗണ്ട് കേൾക്കും. ഞാൻ ഓഫാക്കിയിട്ടാണ്. ഇപ്പം നമുക്ക് 30 രൂപ ടിപ്പ് കൊണ്ട് 95 രൂപ, മൊത്തം 125 രൂപ ഉണ്ട്. പിക്കപ്പും ഡ്രോപ്പും 1 കിലോമീറ്റർ പിക്കപ്പും ഡ്രോപ്പ് 13 കിലോമീറ്റർ. അപ്പോൾ നമ്മളത് ഗ്രീൻ അക്സെപ്റ്റ് കൊടുക്കുക. പിന്നെ റീച്ച് ഡ്രോപ്പ് എന്ന് വെച്ചാൽ പിക്കപ്പ് നമ്മളത് കൊടുക്കുക. നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പോകണമല്ലോ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക്, അത് കൊടുക്കുക. നമ്മൾ മാപ്പിൽ ഡയറക്റ്റ് നമ്മൾ ഗൂഗിൾ വെച്ചാൽ മാപ്പിലോട്ട് പോകും. വീണ്ടും വേറൊരു അടിച്ച് മൾട്ടി അടിച്ചാൽ ഇവിടെ ചിലപ്പോൾ 2 റെസ്റ്റോറൻറ്റ് അടിക്കും, ചിലപ്പോൾ 1 റെസ്റ്റോറൻറ്റ് അടിക്കും മൾട്ടി. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നേരത്തെ 125 അതാ 125 പ്ലസ് ചെയ്ത് 136 സെയിം ലൊക്കേഷൻ സെയിം ഹോട്ടലിൽ തന്നെ മൾട്ടി അടിച്ചാൽ അതായത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. മൾട്ടി അടിച്ചാൽ എങ്ങനെയാണെന്നുള്ളത് യൂസ്ഫുൾ ആവും. കണ്ടാ ഡബിൾ ഐഡിയ വന്നേക്കണം. മറ്റേതും ഒരെണ്ണമാണെങ്കിൽ നമുക്ക് സിംഗിൾ ഉണ്ടാവുള്ളൂ. മൾട്ടി അടിച്ചാൽ 2 ഐഡിയ ഉണ്ടാവും. സെയിം ഹോട്ടലിൽ തന്നെ ചിലപ്പോൾ 2 ഹോട്ടലിൽ നിന്ന് കാണിക്കും. കണ്ടാ ഏത് നമ്മൾ ഹോട്ടലിൽ ചെല്ലുക. അവസാനത്തെ 70-14, രണ്ടാമത്തത് 91-66. ഈ ഐഡിയ നമ്മൾ പറയേണ്ടത്. നമുക്ക് നമ്മുടെ ഒരു ഇതിലൊരു ഐഡിയ ഉണ്ടാവും. ആ ഐഡിയ നമ്മൾ റെസ്റ്റോറൻറ്റ് എന്ന് പറയേണ്ടത്. അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ് കാണിക്കും. ആ റെസ്റ്റോറൻറ്റ് നമ്മൾ ആ ഐഡിയ പറയണം. നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുന്നു. നമ്മൾ നമ്മുടെ ഐഡിയ ചെക്ക് ചെയ്തു. നമുക്കുള്ള ഫുഡ് അവിടെ ഇരിക്കണം. നമ്മൾ നോക്കിയാൽ മതി. കണ്ട 70-14 ഓക്കെ കളക്ട് 2. അത് നമ്മൾ കൊടുക്കുന്ന സൈഡൻസ് ഓർഡർ എടുത്തുനിന്നാക്കി കൊടുത്തു. അടുത്തത് പാക്ക് ചെയ്യാനുള്ള, പിന്നെ ഇടയ്ക്ക് സെൽഫി ചോദിക്കും, നമ്മൾ കൊടുത്തങ്ങനെ ഫോട്ടോയും ബാഗും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ. ഇന്ന് 2ാമത്തെ ഓക്കെ ആയിട്ടുണ്ട്. കസ്റ്റമറിനൊക്കെ ലൊക്കേഷൻ നോക്കാൻ പറ്റും. വെച്ചാൽ പിക്കപ്പ് കൊടുക്കണം മുമ്പായിട്ട് തന്നെ. എന്താ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ നേരെ അവിടെ കൊടുക്കുക. കണ്ട ഹെൽപ്പ് കൊടുക്കുക. ഇപ്പം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. കസ്റ്റമർ ഇപ്പോൾ ഇൻ കേസ് കസ്റ്റമർ മാറ്റി കൊടുത്തേക്ക് നമുക്ക് കസ്റ്റമർ വിളിച്ചിട്ട് കയറുന്ന ലൊക്കേഷൻ കൊണ്ട് നമുക്ക് 10 രൂപ എക്സ്ട്രാ കയറും. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതേ സാധനം റെഡി ആയിട്ടുണ്ട് 91-36 പിക്ക് ചെയ്തു. ഓക്കെ നമ്മുടെ 2 സാധനവും സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പം നമ്മൾ 2ഉം പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോകേണ്ട ലൊക്കേഷൻ ഒരെണ്ണം അടുത്താട്ടാ, തൊട്ടടുത്ത് കാണിക്കണം പറഞ്ഞു മാക്സിമം. അപ്പോൾ അതാണ് മറ്റ് 10-15 രൂപ കയറി വന്നത്. അങ്ങനെ നമ്മൾ 2 പ്രൊഡക്റ്റും എടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് മീൻസ് ഫുഡ്. 2ഉം നമ്മൾ ഫോൺ ആദ്യം വെച്ചു. ഫോൺ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഒരു സമയം പൂട്ടാണ്ട് പോയപ്പോൾ എൻ്റെ ഫോൺ ചാടി എൻ്റെ പോകും. വെച്ചാൽ മടിയിലൊന്നും എന്തോ ജീവിതത്തിൻ്റെ ഭയം ഒറ്റയ്ക്ക് പണി പാടില്ല. അപ്പോൾ അങ്ങനെ 5-6 കുപ്പി ഉള്ളത് കൊണ്ടാട്ടോ ഡെയിലി പോകണം. 5 കുപ്പി ഉള്ളത് കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് അടുത്ത ലൊക്കേഷനൊക്കെ ആദ്യം തന്നെ, അത് അതിൻ്റെ ഡിസ്റ്റൻസ് കൂടുതൽ കാണിക്കത്തുള്ളൂ. നമുക്ക് അടുത്ത വെച്ചാൽ മാപ്പ് ഓൾറെഡി കാണിക്കും. അടുത്തുണ്ടാവും ആ മരയുടെ അടുത്ത് തന്നെ, മാക്സിമം കുറച്ച് കിലോമീറ്ററുകൾ നേരെ അവിടെ ചെല്ലുക. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് ഓൾറെഡി റീച്ച് കൊടുക്കണം, കൺഫേം കൊടുക്കണം. നമ്മളവിടെ ചെന്നെന്ന് അറിയിക്കണം കസ്റ്റമറിന്. ഓക്കെ ചെന്ന് അറിയിച്ചു. അത് കഴിഞ്ഞിട്ട് കസ്റ്റമർ ഒരിക്കലും ഓർഡർ ഡെലിവറി കൊടുത്തതിന് കസ്റ്റമറെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് എഴുതിയേക്കണം എന്നൊന്ന് വായിച്ചു നോക്കണം. നമുക്കുള്ള ഐ ഡി നമ്മൾ നോക്കി 91-66 ഞാൻ കാണിച്ചു തരാം. 91-66 നമുക്ക് ഫസ്റ്റത്തെ ഓർഡർ കറക്റ്റ് ആ ഓർഡർ കാണിക്കുക. അത് ഓർഡർ കൊടുക്കേണ്ടതെന്ന് പറയാം. വെച്ചാൽ ചെറിയൊരു തരം കാണിക്കുള്ളൂ. ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻ കേസ് കസ്റ്റമർ എടുത്തില്ലെങ്കിൽ തന്നെ കണ്ട ഹെൽപ്പ് സെൻറ്റർ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വട്ടം വിളിച്ചാൽ മതി. എടുത്തില്ലെങ്കിൽ നേരെ ഹെൽപ്പ് സെൻറ്റർ കൊടുക്കുക. കസ്റ്റമറെ വിളിക്കാണ്ട അവർ വിളിച്ചിട്ട് പറഞ്ഞ് ആ ടേബിൾ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു. ചില ആൾക്കാർ അങ്ങനെ ഇരിക്കും. വെച്ചാൽ അവരുടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും, നമ്മൾ വെച്ചിട്ട് പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ നമ്മൾ ഓർഡർ ഡെലിവറി എടുക്കണം. അപ്പോൾ അത് അടുത്ത ഓപ്ഷൻ പോലും ഉണ്ടാകും, ഓർഡർ ഡെലിവറി. ഓക്കെ എനിക്ക് കസ്റ്റമറിന് ഐസ് അങ്ങനെ വരെ എടുക്കാം, കൊടുത്താലും പോയെന്നില്ല. നെക്സ്റ്റ് ഓർഡർ അത് റീച്ച് കൊടുക്കുന്നു. അടുത്ത ലൊക്കേഷൻ അങ്ങോട്ട് കിട്ടിയ മരടിയിൽ നിന്ന് എരമല്ലൂര്. അതൊരു ഒടുക്കാത്ത അടിയപ്പോൾ വെറുതെ 130 കയറി വന്നത് 125. ഓക്കെ നമ്മളവിടെ ചെല്ലുന്നു. കണ്ടാ ലൊക്കേഷൻ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ റീച്ച് കൊടുക്കണം. ചെന്നെന്ന് അറിയിച്ചു കൊടുക്കണം കസ്റ്റമർ. ഓക്കെ നമ്മൾ ചെന്ന് ലോഗോ മാപ്പിട്ട് തന്നെ കൊടുക്കാം. ഡെലിവറി ഒരിക്കലും നമ്മൾ എന്താ എഴുതിയേക്കണം ജസ്റ്റ് വായിച്ചു നോക്കണം. ഡെലിവറി ഒരിക്കലും കൊടുക്കരുത്. കസ്റ്റമർ ഡയറക്റ്റ് കോൾ വിളിക്കണം.
കോൾ വിളിച്ച് കസ്റ്റമർക്ക് ഫുഡ് കൊടുത്തിട്ടാണ് ഡെലിവറി ആയത്. പിന്നെ വേറൊരു ഓപ്ഷനൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതൊക്കെ ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് കൊടുക്കണം അവർക്ക്. വേണമെങ്കിൽ കൊടുത്താൽ അങ്ങനെ 137 രൂപ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ 135 കാണിച്ചാൽ 37 ഉണ്ട്. 2 രൂപ പ്ലസ് കയറ്റുന്നുണ്ട് ഗൈസ്. വേറെ ഓർഡർ അടിച്ചിട്ടുണ്ട് 58 രൂപക്ക് ഞാൻ കാണിച്ചത്. ഇതിനകത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആണ്. എങ്ങനെയാണ് ക്യാഷ് ഓൺ ഡെലിവറി എങ്ങനെയാണ് നമുക്ക് മാക്സിമം ലിമിറ്റ് ഉണ്ടാവും. നമ്മൾ അതേപോലെ റീച്ച് കൊടുക്കുക, മാപ്പ് കൊടുക്കുക, ക്യാഷ് ഓൺ ഡെലിവറി ലിമിറ്റ് ഉണ്ടാവും. ഇപ്പോൾ 1500 രൂപ കണ്ട നമ്മൾ ഐഡിയ ആണ് 5210 കണ്ട സിംഗിൾ ഓർഡർ ആണ്. മറ്റേ ഡബിൾ അടിച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് കയ്യിൽ തരും, ലിമിറ്റ് ഉണ്ടാവും. കണ്ട സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലിമിറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്കൊരു 1500 ലിമിറ്റ് ഉണ്ടാവും. അതിനകത്തുനിന്ന് 220 രൂപ പോയി. നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് 200 രൂപ ടിക്കറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ പിക്ക് കണ്ട 200 രൂപ നമുക്ക് കൈ കിട്ടി. ഫുഡ് നമ്മൾ കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് വേണം നമ്മൾ ഡെലിവറി കൊടുക്കുക. ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് സൊമാറ്റോയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ കിട്ടിയില്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ ബൈ.